മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്. തനതു നാടകം കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളെയും വാമൊഴി പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കി രൂപപ്പെട്ട നാടകരീതിയാണ് തനത് നാടകവേദി. നമ്മുടെ സമ്പന്നമായ ദൃശ്യകലാ പാരമ്പര്യം പാശ്ചാത്യ നാടകവേദിയിൽ നിന്നും വിഭിന്നമാണെന്ന ചിന്തയാണ് നമ്മുടേതായ ഒരു നാടകവേദി രൂപപ്പെടുത്തുവാൻ നാടകപ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. നാടകം എന്ന പേരിൽ പ്രചാരത്തിലിരുന്ന രംഗരൂപം തമിഴ് സംഗീത നാടകങ്ങളും സംസ്കൃത നാടക തർജ്ജമകളും പാശ്ചാത്യ നാടക തർജ്ജമകളും അവയെ അനുകരിച്ചുണ്ടായ മലയാള നാടകങ്ങളും ആണ്. കേരളത്തിൻ്റെ തനത് പാരമ്പര്യത്തിൽ നിന്ന് ഊർജം നുകർന്ന് ഒരു നവീന നാടകവേദിയെപ്പറ്റി CN ശ്രീകണ്ഠൻ നായർ, M ഗോവിന്ദൻ, കാവാലം നാരായണ പണിക്കർ, G ശങ്കരപ്പിള്ള തുടങ്ങിയവരുടെ ചർച്ചകളിലൂടെ 60കളുടെ അവസാനത്തിൽ തന്നെ തനത് നാടകവേദി എന്ന സങ്കല്പം രൂപപ്പെട്ടു തുടങ്ങി. തനത് നാടകം എന്ന പേര് നൽകിയത് CN ശ്രീകണ്ഠൻ നായരാണ്. കൂടിയാട്ടം, കഥകളി, തെയ്യം, തിറ, കാക്കാരിശി നാടകം തുടങ്ങിയ നാടക രൂപങ്ങളുടെ ശൈലീകൃതമായ അഭിനയ രീതിയാണ് സൗന്ദര്യശാസ്ത്രപരമായ അടിത്തറയായി തനത് നാടകങ്ങൾ സ്വീകരിച്ചത്. അക്കാലത്ത് അമച്വർ നാടകവേദികളിലും മത്സരങ്ങളിലും അതിൻ്റെ സ്വാധീനമുണ്ടായെങ്കിലും ആ പ്രസ്ഥാനം വലിയ രീതിയിൽ പടർന്നു പന്തലിച്ചില്ല. പ്രശസ്ത നാടകകൃത്തായ കൈനിക്കര കുമാരപിള്ള കാവാലത്തിൻ്റെ തനത് നാടകങ്ങളെപ്പറ്റി അതുളവാക്കുന്ന സ്ഥായിയായ രസം അത്ഭുതമാണ്. സർക്കസ് കണ്ട് രസിക്കുന്നത് പോലെ അവ കണ്ട് രസിക്കാമെന്നല്ലാതെ സമഗ്രമായ അനുഭൂതി പകർന്നു തരാൻ അവയ്ക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. മലയാളത്തിലെ ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്ന സുപ്രസിദ്ധ നാടകകൃത്ത് N കൃഷ്ണപിള്ള. കുറേ നാടകങ്ങൾ എഴുതിയിട്ടുള്ള തനിക്ക് ഇനി നാടകം എഴുതണമെങ്കിൽ കൂടിയാട്ടവും മുടിയേറ്റും കാക്കാരിശി നാടകവും പഠിച്ചിട്ട് വേണ്ടി വരുമോ എന്ന് ഇപ്പോൾ ഭയം തോന്നുന്നു എന്നാണ് തനത് നാടകത്തെപ്പറ്റി പറഞ്ഞത്. നാടക പാഠത്തേക്കാൾ രംഗപാഠത്തിന് പ്രാധാന്യം നൽകിയതും സംഗീത നൃത്ത താള വാദ്യങ്ങൾക്ക് നൽകിയ അമിത പ്രാധാന്യവും തനത് നാടകവേദിയെ സാമാന്യ ജനങ്ങളിൽ നിന്നും അകറ്റി. തനത് നാടകങ്ങൾ ഉയർത്തിയ പ്രമേയത്തിലെയും രംഗഭാഷയിലെയും പ്രശ്നങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സമന്വയത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന നാടകക്കളരികൾ പുതുതായി രൂപപ്പെട്ടു. PM താജിൻ്റെ കനലാട്ടം, പെരുമ്പറ തുടങ്ങിയ നാടകങ്ങൾ തനത് നാടകവേദിക്ക് ഉണർവിൻ്റെ രംഗപ്രവേശങ്ങൾ നൽകി. N പ്രഭാകരൻ്റെ പുലിജന്മം, N ശശിധരൻ്റെ ഉഷ്ണക്കാറ്റ്, ചന്ദ്രദാസൻ്റെ നാടകങ്ങൾ തുടങ്ങിയവ ഇന്ന് തനത് നാടകത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.